സ്വാഗതം. ഗൾഫ് ടുഡേയിലേക്ക് ഞാൻ വർഷ വിജയൻ. നോക്കാം വിശദമായ വാർത്തകൾ. മധ്യപൂർവേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തെക്കൻ ലെബനോൺ ചോരപ്പുഴയായി മാറി. അതിനിടെ ഇറാന്റെ മുതിർന്ന കമാൻഡറെ വധിച്ചെന്ന് IDF അവകാശപ്പെട്ടു. പരമോന്നത നേതാവിന്റെ ഓഫീസിലെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് അസ്കർ ഹിജാസിയാണ് കൊല്ലപ്പെട്ടത്. രാവിലെ ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖമനയുടെ ബങ്കർ സമുച്ചയം IDF തകർത്തിരുന്നു. അതേസമയം മേഖലയെ അശാന്തമാക്കി ഇറാൻ അസർബൈജാൻ ബന്ധവും വഷളായി. സൈനിക നടപടിയുടെ അടുത്ത ഘട്ടം തുടങ്ങിയെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ടെഹ്റാനിലടക്കം വ്യാപക വ്യോമാക്രമണമാണ് ഇന്ന് നടന്നത്. കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയുടെ ടെഹ്റാനിലെ ബങ്കർ സമുച്ചയം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്നു. ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്നും മാരകായുധങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുന്നുവെന്നുമാണ് IRGCയുടെ മറുപടി. അതിനിടെ ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ കുരുതിക്കളമായി മാറുകയാണ് തെക്കൻ ലെബനോണും ബെയ്റൂത്തും. ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ മേഖലയിൽ നിന്ന് കൂട്ടപ്പലായനം നടക്കുകയാണ്. ഗസയ്ക്ക് സമാനമായ അവസ്ഥ ബെയ്റൂത്ത് നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രയേലിന്റെ ഭീഷണി. ലബനാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നുവെന്നും തങ്ങൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല എന്നുമാണ് പ്രധാനമന്ത്രി നവാഫ് സലാം ഇന്ന് വിദേശ രാജ്യങ്ങളുടെ അംബാസഡർമാരുടെ യോഗത്തിൽ പറഞ്ഞത്. സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നതിനിടെ തെക്കൻ ലെബനോണിൽ 1 ലക്ഷം പേരെങ്കിലും അഭയാർത്ഥികളാക്കപ്പെട്ടുവെന്നാണ് കണക്ക്. അതേസമയം മേഖല അശാന്തമാക്കി ഇറാൻ അസർബൈജാൻ ബന്ധം കൂടുതൽ വഷളായി. വിമാനത്താവളത്തിലെ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയാണെന്ന് അസർബൈജാൻ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇറാൻ കപ്പലിനെ കൊച്ചി തീരത്ത് അഭയം നൽകിയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ഈ മാസം 4-ന് ഐറിസ് ലവാൻ കൊച്ചി തീരത്ത് അടുപ്പിച്ചു. കഴിഞ്ഞ മാസം 28-ന് ഐറിസ് ലവാൻ എന്ന കപ്പൽ തീരത്തടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി ഇറാൻ തേടിയിരുന്നു. കപ്പലിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരത്തടുപ്പിക്കാൻ അനുമതി തേടിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന 183 പേരെ കൊച്ചിയിലെ നാവിക കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു. ബഹ്റൈനിൽ ജനവാസ മേഖലയും സൗദിയിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിനെ ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായി. UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലും ഇറാൻ ആക്രമണം നടത്തി. ആക്രമണങ്ങളെ ചെറുത്തെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കി. ഈ മാസം 9 മുതൽ 18 വരെ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട SSLC പരീക്ഷകളും 19 വരെ നടത്തേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചു. ബഹ്റൈനിലെ 2 ഹോട്ടലുകളും ഒരു റെസിഡൻഷ്യൽ കെട്ടിടവും ഇറാൻ ലക്ഷ്യമിട്ടതായാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. പുലർച്ചെയായിരുന്നു ആക്രമണം. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആളുകളോട് ഏറ്റവും അടുത്ത സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. സൗദിയിലും പുലർച്ചെ ഇറാൻ കാര്യമായ ആക്രമണത്തിന് ശ്രമിച്ചു. പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിലേക്ക് ഇറാൻ തൊടുത്ത 3 ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തതായി സൗദി അറേബ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ പ്രവിശ്യയിലും ആക്രമണമുണ്ടായി. കുവൈറ്റിൽ രാവിലെ തുടർച്ചയായി ആക്രമണമുണ്ടായതായും വിജയകരമായി പ്രതിരോധിച്ചതായും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇന്നലെ രാത്രി അബുദാബിയിലും ആക്രമണമുണ്ടായിരുന്നു. ഇതിനിടെ ഇത്തിഹാദ് എയർവേസ് ഭാഗികമായി അബുദാബിയിൽ നിന്ന് റെഗുലർ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒമാനിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായി. 24 ദുബായ്. ഗൾഫിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റി. ഈ മാസം 9 മുതൽ 18 വരെ നടക്കേണ്ട SSLC പരീക്ഷകളും 19 വരെ നടത്തേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷകളുമാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റഹീസ്, ഈ പുതുക്കിയ തീയതിയുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ നൽകുന്നുണ്ടോ? നിലവിൽ ഈ പുതുക്കിയ തീയതിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇന്ന് ഏതാണ്ട് വൈകിട്ടോട് കൂടിയിട്ടാണ് ഈ ഗൾഫിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിയതായിട്ടുള്ള തീരുമാനം വരുന്നത്. ഈ മാസം 9 മുതൽ 18 വരെ നടക്കേണ്ട SSLC പരീക്ഷകളും ഒപ്പം തന്നെ 19 നടക്കേണ്ട ഹയർ സെക്കൻഡറി പരീക്ഷകളുമാണ് മാറ്റിയത്. നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ UAE-യിലുടനീളം അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെയും റിമോട്ട് എഡ്യൂക്കേഷനാണ് നടക്കുന്നത്. റിമോട്ട് ലേണിംഗ് അഥവാ ഡിസ്റ്റൻസ് ലേണിംഗ് ഒക്കെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ഓൺലൈൻ ആയിട്ടുള്ള പഠനമൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ അവധി ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ തടയാനായി ഈ സ്പ്രിംഗ് അവധി കുറച്ചുകൂടി നേരത്തെ ആക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഉള്ളതിൽ കൂടുതൽ 4-5 ദിവസം നേരത്തെ ഈ അവധി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവധി സമയത്ത് പരീക്ഷകൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പരീക്ഷ മാറ്റിവെച്ചത്. നേരത്തെ CBSE സമാനമായ തീരുമാനമാണ് എടുത്തിരുന്നത്. അവിടെ 10ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കുക പോലും ചെയ്തിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ നിലവിൽ പരീക്ഷകൾ ഈ താൽക്കാലികമായി മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് പരീക്ഷ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത്.
ഈ തീയതികൾ എന്നാകുമെന്നത് അറിയിച്ചിട്ടില്ല. കാരണം 23-ന് ശേഷം മാത്രമേ ഇനി സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. അതായത് സ്പ്രിംഗ് അവധികൾ കഴിയുന്നത് 23-നാണ്. അപ്പോൾ തന്നെ പെരുന്നാൾ അവധികളും ഏതാണ്ട് പൂർത്തിയാകും. അതിനുശേഷം ഒരു ദിവസം പരീക്ഷ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷങ്ങളിലും അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും പരീക്ഷയുമായി ബന്ധപ്പെട്ടും, പ്രത്യേകിച്ച് ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഈ ഒരു അധ്യയന വർഷം പൂർത്തിയാകാനിരിക്കുന്ന സമയത്ത് കൂടിയാണ് ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് അതിനൊക്കെയും താൽക്കാലികമായി ഒരു വിരാമം എന്നുള്ള രീതിയിൽ അതിനൊരു പോസ് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഈ പരീക്ഷകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ശരി, എന്നാലും 23-ന് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കും. പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടർന്നുണ്ടാകും. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രിയിലും പുലർച്ചെയുമായി ഇറാൻ ആക്രമണമുണ്ടായി. സൗദി പ്രതിരോധ മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 6 ഡ്രോണുകളും 5 മിസൈലുകളും സൗദി ലക്ഷ്യമാക്കി വന്നു. ഇതെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ സൗദി പ്രതിരോധ സേന തകർത്തു. റിയാദിനടുത്ത അൽ ഖർജ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന പ്രിൻസ് സുൽത്താൻ എയർബേസ് ഇവിടെയാണ്. 4 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് എയർബേസിന് നേരെ ആക്രമണ ശ്രമമുണ്ടായി. പ്രതിരോധ സേന അത് തകർത്തു. ശേഷം അൽ ഖർജിന് നേരെ വീണ്ടും ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചും ആക്രമണ ശ്രമം നടത്തി. ഇതിനു പുറമെ കിഴക്കൻ പ്രവിശ്യയ്ക്ക് നേരെ 1 തവണയും റിയാദ് മേഖലകളിൽ 4 തവണയും ഡ്രോൺ ആക്രമണമുണ്ടായി. എല്ലാം സൈന്യം തകർത്തു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മധ്യപൂർവേഷ്യൻ സംഘർഷം ഇന്ധന മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയ്ക്കിടെ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ താൽക്കാലിക ഇളവ്. മാർച്ച് 5 മുതൽ കപ്പലിൽ കയറ്റിയിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിലും എണ്ണ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസ് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുവെന്ന് BJP പ്രതികരിച്ചു. എണ്ണ ലഭ്യത ഉറപ്പാക്കുന്നതിന് 30 ദിവസത്തെ താൽക്കാലിക ഇളവാണ് അമേരിക്ക നൽകിയത്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് മാത്രമാണ് ഇളവ്. ആഗോള എണ്ണ വിപണിയിലേക്ക് എണ്ണയുടെ ഒഴുക്ക് നിലനിർത്തുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ഭാവിയിൽ ഇന്ത്യ അമേരിക്കൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അമേരിക്ക. എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് ഇളവ് നൽകിയെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. സ്വതന്ത്ര രാഷ്ട്രമായ ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് നിലവിൽ അമേരിക്കയെന്നാണ് വിമർശനം. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണവും പരമാധികാരവും കടുത്ത ഭീഷണിയിലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എക്സിൽ കുറിച്ചു. അതേസമയം എണ്ണക്ഷാമത്തെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണെന്നാണ് BJPയുടെ പ്രതികരണം. 24 ഡൽഹി. ആക്രമണ ഭീഷണിയെ തുടർന്ന് ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിലെത്തി ഇറാന്റെ 2ാമത്തെ യുദ്ധക്കപ്പൽ സുരക്ഷിതം. ഐറിസ് ബിഷർ റിംഗോമാലി തുറമുഖ പ്രദേശത്തേക്ക് മാറ്റി. ഐറിസ് ധേന യുദ്ധക്കപ്പൽ തകർത്തതിൽ അന്താരാഷ്ട്ര ചട്ടങ്ങൾ അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര ദിസനായകെ പ്രതികരിച്ചു. ഭീഷണി നേരിട്ട ഇറാന്റെ 2ാം യുദ്ധക്കപ്പൽ ഐറിസ് ബുഷറിനെ ഏറ്റെടുത്തെന്ന ശ്രീലങ്കൻ സർക്കാർ. കപ്പൽ ട്രിംഗോമാലി തുറമുഖത്തേക്കും 208 ജീവനക്കാരെ കൊളംബോയിലേക്കും മാറ്റി. മാനവികതയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാരദിസനായകെ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ അന്തർവാഹിനി തകർത്ത ഐറിസ് ധേനയ്ക്കൊപ്പം ഇന്ത്യയിൽ വിശാഖപട്ടണത്തെ സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത കപ്പലാണ് ഐറിസ് ബുഷർ. ഇതിനിടെ അമേരിക്ക ആക്രമിച്ച ഐറിസ് ധേന കപ്പലിന് ഗാലയ്ക്കു സമീപം പ്രവേശനാനുമതിക്കായി 11 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നതിനെ ശ്രീലങ്കൻ പ്രതിപക്ഷം വിമർശിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ ഐറിസ് ധേനയിലെ ജീവനക്കാരിൽ 87 പേർ കൊല്ലപ്പെട്ടിരുന്നു. കപ്പലിൽ നിന്ന് ഇറാൻ നാവികരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ അമേരിക്കയെയോ ഇറാനെയോ പരാമർശിക്കാതെ രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളൂ. രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യയുടെ INS തരംഗിണി ഇന്ന് രാവിലെയോടെ കൊളംബോയിലെത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. റോഡിൽ വീണ് ഇരുചക്രവാഹന യാത്രക്കാരന് ജീവൻ നഷ്ടമായ കൊല്ലം ഓച്ചിറ ജംഗ്ഷനിലെ റോഡ് നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ ഗതാഗതം നിരോധിച്ച് ദേശീയപാത അതോറിറ്റി തുറന്നിട്ട ഓടയ്ക്ക് സമീപത്തെ സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതമാണ് നിയന്ത്രിച്ചത്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇനി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? കാരണം അപകട മരണങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ടല്ലോ.
ഈ പ്രദേശത്ത് ഈ പണി നടക്കുന്നെങ്കിലും സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെയാണ് പണി നടത്തിയതെന്നുള്ള പരാതി വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം കൊല്ലം വേമന സ്വദേശി അജിക്ക് ഈ ഓടയിൽ വീണ് ജീവൻ നഷ്ടമായത്. ഇരുചക്ര വാഹനത്തിൽ വരുന്ന സമയത്ത് രാത്രിയിലാണ് ഓടയിൽ വീണത്. രാത്രി സമയത്ത് മറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല എന്നുള്ള പരാതിയൊക്കെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ അപകടത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഒച്ചിറയിലെ അപകടപാതയിലൂടെ ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. തുറന്ന ഓടയ്ക്ക് സമീപത്തെ സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതമാണ് ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത്. പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഒരു വിശദീകരണം കൂടി ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുകയാണ്. എന്തായാലും ഇനി ഒരു ജീവൻ ഈ പ്രദേശത്ത് പൊലിയരുത് എന്ന് ഉള്ള നിർദ്ദേശം അല്ലെങ്കിൽ പരാതികൾ വ്യാപകമായിട്ട് നാട്ടുകാരുടെ ഒക്കെ ഭാഗത്തുനിന്ന് യാത്രക്കാരുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉയർന്നതിന് ശേഷമാണ് ഒരു മരണം കൂടി സംഭവിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. നേപ്പാളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ വ്യക്തമായ ലീഡ് നേടി ബാലേന്ദ്ര ഷായുടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി. ബാലേന്ദ്ര ഷായുടെ പാർട്ടി വൻ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. 110 മണ്ഡലങ്ങളിലാണ് RSP പാർട്ടി ലീഡ് ചെയ്യുന്നത്. നേപ്പാളി കോൺഗ്രസ് 10 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നുണ്ട്. CPN UML 10 മണ്ഡലങ്ങളിലും നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 8 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. വോട്ടെണ്ണൽ നാളെയോടെ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യയിൽ മദ്രസ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. അധ്യാപകർക്കും കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം നോമ്പ് തുറക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. സൗദി അൽ ഖുബാറിലെ മദ്രസ വിദ്യാർത്ഥികളുടെ ഈ നോമ്പുതുറ കാഴ്ചകൾ കാണാം. ഇഫ്താറുകൾ കൊണ്ട് സജീവമാണ് റമദാൻ കാലം. മലയാളി സംഘടനകളും നാട്ടുകൂട്ടായ്മകളുമെല്ലാം ഇഫ്താർ ഒരുക്കി സ്നേഹ സംഗമങ്ങൾ തീർക്കുമ്പോൾ ഇവിടെ അൽ ഖുബാറിലെ ഇർഷാദുൽ ഔലാദ് മദ്രസ സംഘടിപ്പിച്ച ഈ റമദാൻ കാലം ഇഫ്താറിലൂടെ പകർന്നു നൽകിയത് നവ്യാനുഭവമായിരുന്നു. വിദ്യാർത്ഥികൾക്കായുള്ള ഖുർആൻ പാരായണ മത്സരത്തോടെയാണ് ഇഫ്താർ സംഘടിപ്പിച്ചത്. നോമ്പു തുറക്കാൻ നേരമായപ്പോൾ ബാങ്ക് വിളി ഉയർന്നതോടെ മദ്രസാധ്യാപകർക്കും മാനേജ്മെന്റ് പ്രതിനിധികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം ഒരേ സുപ്രയിൽ ഇരുന്ന് നോമ്പ് മുറിച്ചപ്പോൾ വിദ്യാർത്ഥികളിലുണ്ടായ സന്തോഷം അതിർവരമ്പുകളില്ലാത്തതായിരുന്നു. ഇവിടെ പുലർന്നത് മറ്റൊരു സ്നേഹവും സന്തോഷവും കരുതലുമെല്ലാമായിരുന്നു. ഖുബാറിലെ ഇർഷാദുൽ ഔലാദ് മദ്രസയിലെ ഫാമിലികളുടെ എല്ലാം കൂട്ടായ്മയോടുകൂടി നടത്തിയ ഇഫ്താർ വിരുന്ന് വലിയ സന്തോഷത്തോടെ സമാപിച്ചു. 600-ലധികം വരുന്ന ഫാമിലികളും വിദ്യാർത്ഥികളും ഇവിടെ കൂട്ടായ്മയിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ നല്ല സന്തോഷകരമായൊരു സംഗമമായിരുന്നു. വിഗ്രഹത്തിൻ്റെ 10 രാവുകൾ പിന്നിട്ട് പാപമോചനത്തിൻ്റെ ദിനങ്ങളിലേക്ക് കടക്കുന്ന സന്ദർഭവും കൂടിയാണിത്. രാജ്യങ്ങളിൽ ഉടനീളം ICF ആവിഷ്കരിച്ച തിലാവ വിശുദ്ധ ഖുർആൻ പാരായണ മത്സരത്തിൻ്റെ അൽ ഖുബാർ റീജിയണലിൻ്റെയും കൂടി മത്സരമായിരുന്നു ഇന്ന്. ഖുർആൻ പാരായണ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. ICF അൽ ഖുബാർ റീജിയണൽ പ്രസിഡന്റ് മൂസ സുഹരി അധ്യക്ഷത വഹിച്ച പരിപാടി മദ്രസ പ്രധാനാധ്യാപകൻ സുബൈർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ICF റീജിയണൽ പ്രബോധകൻ അബ്ദുള്ള സഖാഫി വിളത്തൂർ റമദാൻ സന്ദേശ പ്രഭാഷണം നടത്തി. ബഷീർ ഉള്ളണം, ഫാറൂഖ് ഹവായി, നിസാർ കാട്ടിൽ, അബ്ദുൽ ഹമീദ് ഉലൂമി, നാസർ ചിറിയങ്കിഴ്, ബഷീർ പാടിയിൽ എന്നിവർ സംസാരിച്ചു. ഹമീദ് പാപ്പിനിശ്ശേരി, റിയാസ് മുസ്ലിയാർ പറവണ്ണ, അഷ്റഫ് വാണിമിൽ, ജമാലുദ്ദീൻ ബുഖാരി, അസീബ് മിസ്മാഹി, ഷിഹാബ് കാരിക്കുളം, അർഷാദ് അലി ബുഖാരി, അഷ്റഫ് തോട്ടട എന്നിവർ ഈ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. സുബൈറുദ്ദീനൂർ, 24 ദമാം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ SFI KSU സംഘർഷം. SFI പ്രവർത്തകർ മുറിയിൽ കയറി ആക്രമിച്ചെന്ന് KSU ആരോപണം. ലോ കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയായ KSU പ്രവർത്തകന് പരുക്ക്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘ്ന, ഇപ്പോൾ സ്ഥിതി എന്താണ്? മാത്രമല്ല, ഈ പരിക്ക് പറ്റിയ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? വർഷ, ഇപ്പോൾ പരിക്കുപറ്റിയ KSU പ്രവർത്തകൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ ഈ ഒരു സംഭവ വികാസങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കണ്ണൂരിൽ വീണ ജോർജിന് നേരെയുണ്ടായ KSU പ്രതിഷേധമാണ്. അതിനൊരു വിശദീകരണം തിരുവനന്തപുരം ലോ കോളേജിൽ ഉണ്ടായിരുന്നു. ആ സമയത്തുണ്ടായ ഒരു സംഘർഷം, അതിന് തുടർച്ചയായാണ് ഇന്നും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കയറി SFI പ്രവർത്തകർ ആക്രമിച്ചത് എന്നുള്ളതാണ് KSUവിന്റെ ഒരു ആരോപണമായി വരുന്നത്. SFI പ്രവർത്തകർ മുറിയിൽ കയറി ആക്രമിച്ചു എന്നുള്ളതാണ് KSU പ്രവർത്തകന്റെ പരാതി. ലോ കോളേജ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായ
വിദ്യാർത്ഥിയായിട്ടുള്ള അമൽ PT-ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതും സാരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട് KSU. അതുപോലെ തന്നെ SFI പ്രവർത്തകർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ SFI പ്രവർത്തകർ ആരും മുറിയിൽ കയറി ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് SFIയുടെ ഒരു വിശദീകരണം ഈ സംഭവത്തിൽ വരികയും ചെയ്യുന്നത്. ശരി. ഫിൻഫോറക്സിന്റെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ അഹല്യ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. 60ാമത്തെ ശാഖയാണ് MG റോഡിൽ ആരംഭിച്ചത്. കൂടുതൽ ശാഖ വിപുലീകരണത്തിനൊരുങ്ങി അഹല്യ ഫിൻഫോറക്സ്. 2.5 ദശാബ്ദത്തിലേറെയായി കേരളത്തിലെ സാമ്പത്തിക സേവന രംഗത്ത് നിറസാന്നിധ്യമായി തുടരുന്ന അഹല്യ ഫിൻഫോറക്സിന്റെ 60ാമത്തെ ശാഖയാണ് തിരുവനന്തപുരം MG റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. തലസ്ഥാന നഗരിയിലെ MG റോഡിൽ പാൻ ആഫ്രിക്കൻ പ്ലാസയിൽ ആരംഭിച്ച ശാഖയുടെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ N ഭുവനേന്ദ്രൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ തോമസ് K തോമസ്, രാജേഷ് പുത്തൻവീട്, ഫാദർ മനോജ് ഇടിക്കുള എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിദേശ കറൻസി വിനിമയം, വിദേശത്തേക്ക് പണമയക്കൽ, സ്വർണ്ണപ്പണയ വായ്പ, വെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ മികച്ച സേവനം നൽകി വരുന്ന സ്ഥാപനം വിദേശ പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ യൂണിവേഴ്സിറ്റി ഫീ പേയ്മെന്റ്, ഫോറിൻ കറൻസി, ഫാമിലി മെയിൻ്റനൻസ്, ഗിഫ്റ്റ് ട്രാൻസ്ഫർ, വിസ പേയ്മെന്റ് തുടങ്ങിയ മേഖലകളിലും സേവനം ഉറപ്പാക്കുന്നു. സമീപഭാവിയിൽ വലിയ രീതിയിലുള്ള ശാഖ വിപുലീകരണം ലക്ഷ്യമിടുന്നതായി മാനേജിംഗ് ഡയറക്ടർ N ഭുവനേന്ദ്രൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. അഹല്യ ഫിൻഫോറക്സിൻ്റെ സെക്കൻഡ് ബ്രാഞ്ചാണ് ഞങ്ങളിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഈ ബ്രാഞ്ച് ഒരു റീജിയണൽ ഓഫീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ വർഷം ഞങ്ങൾ മെയിൻലി ഒരു 40 ബ്രാഞ്ചസ് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻലി അത് 20 ബ്രാഞ്ചസ് ഔട്ട്സൈഡ് കേരളയാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം നിയർ ബൈ ആയിട്ട് കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രമുഖ സീരിയൽ താരം ആതിര മാധവ്, അഹല്യ സൗത്ത് ഏരിയ മാനേജർമാരായ വിപിൻ വേണുഗോപാൽ, ശ്രീജിത്ത് വിശ്വംഭരനടക്കം സമീപ ശാഖകളിലെ പ്രതിനിധികളും മറ്റ് പ്രമുഖരും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. കേരള സംസ്ഥാന ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അവാർഡ് 2025 കൈലി സ്റ്റീൽസ് ആൻഡ് അലൈസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി അവാർഡ് വിതരണം ചെയ്തു. കേരള സർക്കാർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അവാർഡ് നൽകിയത്. വ്യവസായ സുരക്ഷയിലും തൊഴിൽ ആരോഗ്യരംഗത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്ഥാപനങ്ങൾക്ക് നൽകുന്നതാണ് ഈ അവാർഡ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ P പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ലേബർ ആൻഡ് സ്കിൽ സ്പെഷ്യൽ സെക്രട്ടറി ഷാനവാസ് IAS പ്രത്യേകാതിഥിയായി പങ്കെടുത്തു. കൈലി സ്റ്റീൽസ് ആൻഡ് അലൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കായി CEO അബ്ദുൽ നസർ A അവാർഡ് സ്വീകരിച്ചു. ജനറൽ മാനേജർ ജിയോ ജോസ്, പ്രൊഡക്ഷൻ മാനേജർ ഫിയാസ് EK, സീനിയർ സേഫ്റ്റി ഓഫീസർ ജിതിൻ രാജ് എന്നിവരും പങ്കെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.